പുനർജനി പദ്ധതിയിൽ കൂടുതൽ പേർക്ക് കുരുക്കായി വിജിലൻസ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഇഒക്കെതിരെയും സിബിഐ അന്വേഷണം വേണം എന്നാണ് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. പുനർജനി പദ്ധതിയിൽ ഇനി എത്ര അന്വേഷിച്ചാലും ഭയമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. രണ്ട് കാര്യമാണ് ഇവർ പറഞ്ഞത്. ഒന്ന്, FCRI അക്കൗണ്ട് വയലേഷൻ ഉള്ളത്. FCRI അക്കൗണ്ട് സൂക്ഷിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ്റെ. മണപ്പാട് ഫൗണ്ടേഷൻ്റെ ഈ FCRI അക്കൗണ്ട് കൃത്യവും വ്യക്തവുമാണ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ അത് റിവ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു FCRI വയലേഷനും ഇല്ല. ഇനിയും ഞാൻ പറയുകയാണ്, ഇനി ഇന്നത്തൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷണമേ. ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദ് 24-നോട് പറഞ്ഞു. 100% മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. 20,000 പൗണ്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ 1 കോടി രൂപ അവിടെ എല്ലാവരും ചെലവാക്കിയിട്ടുണ്ട്. അതിൽ 20,000 പൗണ്ട് എന്റെ കണക്ഷനിലൂടെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള പണം അത് FCRA വന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ രജിസ്റ്റേർഡ് ഏജൻസി ഇൻ FCRA. 1% വ്യത്യാസം ആരെങ്കിലും കാണിച്ചു തന്നാൽ ഐ എം റെഡി ടു ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് അത്രമാത്രം സുതാര്യമാണ്. ഇതിലൊക്കെ വെറും പുകമറ സൃഷ്ടിക്കാന്നുള്ള ഇതിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ളയാണ് പുനർജനി പദ്ധതിയിലേതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 19 കോടി രൂപയുടെ വെട്ടിപ്പാട് നടന്നിട്ടുള്ളത്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാകില്ലെന്നും വി ശിവൻകുട്ടി തൃശൂരിൽ പറഞ്ഞു. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അതിന് ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ കാലത്ത് കുറേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള തെളിവാണ് ഈ കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. മനീഷ് മഹിപാലാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഇതിപ്പോൾ ഈ FCRA-യുടെ ലംഘനം നടന്നിട്ടില്ല. അതിലേതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ FCRA ആ ലൈസൻസ് തന്നെ കട്ടായി പോയേനെ. അപ്പോൾ അത്തരത്തിലില്ല, വളരെ സുതാര്യമായ ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ഇപ്പോൾ പക്ഷേ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം, എല്ലാ കാലത്തും ഇതുപോലെ എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല. വലിയ ഗുരുതരമായ തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൽ അന്വേഷണം വരുമ്പോൾ എന്തിനാണ് ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയുന്നത്? ആ രീതിയിലൊരു രാഷ്ട്രീയ വിവാദം, രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രത്യാരോപണങ്ങളിലേക്ക് പോവുകയാണ് വീണ്ടും. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയായിരുന്നു ആദ്യം CBI-യുടെ അന്വേഷണം വേണമെന്നുള്ള വിജിലൻസിന്റെ ശുപാർശയെങ്കിൽ പിന്നീട് അത് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ, ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളോട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഈ മണപ്പാട് ഫൗണ്ടേഷനെതിരെയും ഒപ്പം തന്നെ അതിൻ്റെ CEO അഹമ്മദിനെതിരെയും ഒക്കെ തന്നെ അന്വേഷണം വേണം, CBI അന്വേഷണം വേണമെന്നുള്ള ശുപാർശയാണ്, വിജിലൻസിൻ്റെ ശുപാർശയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വാദഗതികളാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ ഇതിൻ്റെ CEO-യും പറയുന്നത് കൃത്യമായ വിദേശ ഫണ്ട് കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും മാനദണ്ഡങ്ങളും പാലിച്ച് മാത്രമാണ്. ആ നടപടികൾക്കൊക്കെ തന്നെ എല്ലാ ട്രാൻസാക്ഷൻ സുതാര്യതയുണ്ട്, അത് പരിശോധിക്കാം. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ട് ഈ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതും ഇങ്ങനെ ഒരു CBI-യുടെ അന്വേഷണം വേണമെന്ന് പറഞ്ഞതിൻ്റെ സാഹചര്യം മനസ്സിലാകുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്നാണ് നിലവിൽ അവരുടെ വാദം. പക്ഷേ നിലവിൽ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ അതിന് നിയമ ഉപദേശം അടക്കം സർക്കാർ ലഭിച്ചത് ഇതിൽ തുടർ നടപടിയോ കേസോ എടുക്കാൻ സാധിക്കില്ല എന്നതായിരുന്നുവെങ്കിൽ കൂടി അതിലെ വൈരുദ്ധ്യം ഇതേ റിപ്പോർട്ടിൽ തന്നെ CBI അന്വേഷണം വേണമെന്ന കാര്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശ ഫണ്ട് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതും വിദേശത്തേക്ക് പ്രതിപക്ഷ നേതാവ് പോയത് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും അതിൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചത് സ്വകാര്യ യാത്ര എന്ന രീതിയിലായിരുന്നു. സ്വകാര്യ യാത്രയ്ക്ക് പോയ പ്രതിപക്ഷ നേതാവ് പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, അതും പുനർജനി പദ്ധതിയുടെ ഭാഗമായി ഇവിടെ പ്രളയബാധിതർക്ക് തയ്യൽ മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പണം പിരിച്ചു വന്നു. ഏകദേശം 1.25 കോടി രൂപയോളം പണം പിരിച്ചു. ആദ്യം 20 ലക്ഷം രൂപയായിരുന്നെങ്കിൽ പക്ഷേ പിന്നീട് ഈ സ്ഥാപനം മണപ്പാട് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന
പരാതി അല്ലെങ്കിൽ വിജിലൻസ് ലഭിച്ചിട്ടുള്ള വിവരം 1.25 കോടി രൂപ, ഏകദേശം 1,22,00,000 ചില്ലുവാനം രൂപയോളം ഇവർ അനധികൃതമായി പിരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇനി തീരുമാനം എടുക്കേണ്ട സർക്കാരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. നിയമോപദേശം പ്രതിപക്ഷ നേതാവിനെ എതിരെയുള്ള അന്വേഷണത്തിൽ കഴമ്പുണ്ടാവുകയില്ല എങ്കിൽ കൂടിയാണെങ്കിൽ CBIക്ക് ഇനി അന്വേഷണം കൊടുത്താൽ തന്നെ CBI അത് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അങ്ങനെ CBI ഏറ്റെടുത്താൽ അതിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അന്വേഷണം പൊളിയുമോ എന്നുള്ള ആശങ്ക സർക്കാരുണ്ട്. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ആത്യന്തികമായി സർക്കാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും. രാഷ്ട്രീയ വിവാദം ഒന്നും കൂടി കടുക്കും. അതിന്റെ പേരിലുള്ള കോലാഹലങ്ങളും വാഗ്വാദങ്ങളും ഒന്നും കൂടി വിവാദമാകുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സ്മിത, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.